നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചൊരു വിഷയമെന്ന് പറഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരൻ ആര്? ഈ ചോദ്യത്തിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിച്ചു. യേശുവിൻ്റെ അടുക്കൽ ഒരു ലോയറായിട്ടുള്ള ന്യായപ്രമാണിയായിട്ടുള്ള മനുഷ്യൻ വന്ന് പറഞ്ഞു, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് യേശു കർത്താവ് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനെ കൊണ്ട് തന്നെ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? അവനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നു. അവൻ വായിക്കുന്നത് എന്താ വായിക്കുന്നത്? നിൻ്റെ ദൈവമായ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് നിൻ്റെ ദൈവമായ കർത്താവിനെ വോയിസൊക്കെ തറയുടെ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ, ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. അല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് യേശു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യൻ യേശുവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവൻ അറിയാത്തതല്ല ചോദിച്ചത്. ഇവൻ എന്ത് നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം ചോദ്യത്തിന് അവനെ കൊണ്ട് തന്നെ വായിപ്പിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ ഒക്കെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് ചേർത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, നിന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നീ എന്ത് ചെയ്യും? നിത്യജീവൻ പ്രാപിക്കും, എറ്റേണൽ ലൈഫ് പ്രാപിക്കും. അപ്പം നിത്യതയിലേക്ക് പോകാൻ, നിത്യയാത്ര ജീവിതത്തിലേക്ക് പോകാൻ, ദൈവരാജ്യത്തിലേക്ക് പോകാൻ യാത്ര തിരിച്ചറിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെയും അതിന് ഒരു ഓപ്ഷനായിട്ട്, അതിന് സൊല്യൂഷൻ ലോ ആയിട്ട് വചനം പറയുന്നു, ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. കഴിഞ്ഞ ആഴ്ച വന്നിട്ടില്ലാത്തവർക്ക് എടുത്തു പറയാം, ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ സാക്രിഫിഷ്യൽ ലവ് ആണ്. ത്യാഗപരമായി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അഗാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം സാക്രിഫിഷ്യൽ ലവ് എന്ന ദൈവസ്നേഹം, ത്യാഗപരമാകുന്ന സ്നേഹമാണ്. അപ്പോൾ എങ്ങനെ സ്നേഹിക്കണം? നിന്റെ കർത്താവിനെ ത്യാഗപരമായി സ്നേഹിക്കണം. ത്യാഗപരമായി എന്ത് ചെയ്യണം? കർത്താവിനെ ആരാധിക്കണം. പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കണം. എന്നിട്ട് കർത്താവ് പറയാണ്, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ത്യാഗപരമായി സാക്രിഫൈഷ്യലായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കണം നമ്മുടെ കൂട്ടുകാരനെ. അപ്പോൾ ഈ കൂട്ടുകാരൻ എങ്ങനെ യേശു പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ നീ നിത്യജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ മോനെ കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, മിണ്ടിയാൽ അങ്ങോട്ട് മാറ്റി നിർത്തും കേട്ടോ. ഓക്കെ, ഈ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഇവൻ തന്നെത്താൻ നീതീകരിക്കാൻ വേണ്ടി എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു. ഹു ഈസ് മൈ നെയ്ബർ? നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് യേശു പറഞ്ഞു, നീ നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. യേശുവിന്റെ അടുക്കൽ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, നീ ചെയ്താൽ പ്രാപിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയാണ്, എൻ്റെ കൂട്ടുകാരനാണ്. ഹു ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട്. ഞാൻ നിത്യജീവനിൽ പോകാൻ പെർഫെക്റ്റ് ആണ്, എലിജിബിൾ ആണ് എന്ന് സ്വയം നീതീകരിച്ചിരിക്കുന്ന മനുഷ്യനോട് നീ ചെയ്യാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയാം. എന്താ പറയുന്നത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദൈവമക്കളെ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. അപ്പോൾ ഹൂ ഈസ് മൈ നെയ്ബർ? അവൻ ചോദിക്കുക, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? അപ്പം നമ്മൾ ചോദിക്കുന്ന കാര്യം, കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരനെ ഡിഫൈൻ ചെയ്യും? നിങ്ങൾ എങ്ങനെയാ? നിങ്ങൾക്ക് എത്ര കൂട്ടുകാരാണ് ഉള്ളത്? നെയ്ബർ എങ്ങനെ നിങ്ങൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെ നിങ്ങൾ നിർവചിക്കും? എൻ്റെ കൂട്ടുകാരൻ ഇതാണ് അതാണ്, എങ്ങനെ നിർവചിക്കും? അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന പ്രത്യേക പദം, ദ വേർഡ് നെയ്ബർ, ദ ഗ്രീക്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സമ്മൺ ഹു ഈസ് നിയർ, നിന്റെ അടുത്ത്
അടുത്തുള്ള ആരാണോ അതാണ് നിന്റെ നെയ്ബർ. കുറച്ചും കൂടെ പറഞ്ഞാൽ ഹു ഈസ് നീഡഡ്, ആരാണോ ആവശ്യബോധമുള്ളത്, ആവശ്യക്കാരനായിട്ട് നിൽക്കുന്നത്, ഒരു ഹെൽപ്പ് വേണം, ഒരു സഹായം വേണം, ഒരു സപ്പോർട്ട് വേണം എന്ന് അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള ആരാണോ അത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിങ്ങളുടെ നെയ്ബർ, നിങ്ങളുടെ കൂട്ടുകാരൻ. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ, ഫ്രണ്ട് അല്ലെങ്കിൽ നെയ്ബർ എന്ന സ്റ്റാറ്റസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ആര്? നമ്മുടെ സ്റ്റാറ്റസിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയല്ലേ, നമ്മുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയല്ലേ, നമ്മുടെ എന്റർടൈൻമെന്റിനോട് യോജിക്കുന്ന ആളുകളെയല്ലേ നമ്മൾ കൂടുതൽ സഹകരിപ്പിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നതനുസരിച്ച്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ ഇഷ്ടങ്ങളോട്, എൻ്റെ ആഗ്രഹങ്ങളോട്, എൻ്റെ താല്പര്യങ്ങളോട് ഒക്കെ യോജിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടായിട്ട്, നെയ്ബറായിട്ട് എന്ത് ചെയ്യാറുള്ളൂ, നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ദൈവരാജ്യത്തിൽ അത് ഡിഫറൻ്റ് ആണ്. ദൈവരാജ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് യോജിച്ച് നിൽക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകത്തിൻ്റെ തത്വമാണ്, ലോകത്തിൻ്റെ പോളിസിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എറ്റേണൽ ലൈഫിൽ, ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹു ഈസ് നീഡഡ്, നിങ്ങളുടെ അടുത്ത് ആരാണോ ആവശ്യമായിട്ടുള്ളത്, ഒരു സഹായത്തിന് വേണ്ടി, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഒരു വേദന അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്താൽ അവർ സന്തോഷിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ കാര്യം? അതിന് യേശു കർത്താവ് അതിനൊരു ഉപമ പറയുകയാണ്. ഒരു ഉപമ. എന്താ ഈ മനുഷ്യൻ ചോദിച്ചത്? ഹൂ ഈസ് മൈ നെയ്ബർ എന്നല്ലേ നമ്മൾ വായിച്ചത്. 29 വാക്യം, എൻ്റെ കൂട്ടുകാരൻ ആര്? എൻ്റെ കൂട്ടുകാരൻ ആരാ? അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ പറഞ്ഞു എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. അപ്പം നിങ്ങൾ കൂട്ടുകാരനെ എങ്ങനെ സ്നേഹിക്കണമെന്ന? നിന്നെ പോലെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരാവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ഞാൻ എത്രമാത്രം എഫേർട്ടും എത്രമാത്രം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും ഞാൻ അത് നേടാൻ അനുഭവിക്കുന്നുണ്ടോ, എൻ്റെ കൂട്ടുകാരനും എന്നെ പോലെ അതേ ആവശ്യമുള്ള വ്യക്തിക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നീ അതുപോലെ തന്നെ നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ നമ്മളെത്തില്ല. ഇപ്പം നമ്മുടെ ചിന്ത എന്താ? ഇത് തീർക്കാൻ പറ്റത്തില്ല എനിക്കൊന്നും. എൻ്റെ കൂട്ടുകാരനാർ അതിൻ്റെ ക്ലോസ് നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്നെ പോലെ തന്നെ എൻ്റെ കൂട്ടുവിശ്വാസിയെ, കൂട്ടു സഹോദരനെ ഞാൻ സ്നേഹിക്കുന്നത് എങ്ങനെയാ ചെയ്യും മക്കളെ? മറ്റു ഉദാഹരണം പറയാം. എനിക്കെന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ഞാൻ സ്വയം അത് പബ്ലിഷ് ചെയ്തുകൊണ്ട് നടക്കുമോ? ചെയ്യുമോ? ചെയ്യത്തില്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ച് വേറൊരു കാര്യം ചെയ്യും. എൻ്റെ വേറൊരു കൂട്ടുകാരന്, സഹവിശ്വാസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തെറ്റോ വീഴ്ചയോ പരാജയം ഉണ്ടായാൽ ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മൊത്തം എന്ത് ചെയ്യും? എത്തിക്കും. ശരിയല്ലേ? അപ്പൊ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു വീഴ്ച അത് ഞാൻ സ്വയം അത് മറച്ചു വയ്ക്കാൻ, മറ്റുള്ളവരറിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാനത് മറച്ചു വയ്ക്കുന്നത് പോലെ നിന്റെ കൂട്ടുവിശ്വാസിക്ക്, കൂട്ടു സഹോദരന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, വേദനയുണ്ടായാൽ അതും 10 പേർക്ക് അയച്ചു കൊടുത്ത് ആഘോഷിക്കരുത്. അത് സ്വയം എന്ത് ചെയ്യണം? എൻ്റെ വിഷയത്തിൻ്റെ പ്രശ്നത്തെ ഞാൻ മറച്ചു വയ്ക്കുന്നത് പോലെ എൻ്റെ സുഹൃത്തിൻ്റെ വിഷയത്തെ ഞാൻ എന്ത് ചെയ്യണം? മറച്ചു വയ്ക്കണം. എന്ന് വെച്ചാൽ അതിന് കൂട്ടു നിൽക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവന് തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ആ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് മാനസികമായ മുറിവുണ്ടാക്കാൻ, നമ്മളിപ്പം പല വിഷയങ്ങളും മറ്റുള്ളവർ എന്ത് ചെയ്യും? മാനസികമായ ഇൻസൾട്ടിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ തിരുത്തി നിർത്തിയിട്ട് അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടത് രഹസ്യമായി എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കാതെ നിങ്ങളത് പരസ്യമാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെപ്പോലെ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന ലോയ്ക്ക് വിരുദ്ധമാണ്.
അതിനെന്താ പറയുന്നത്? നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഞാൻ എന്നിൽ മാത്രം നിർത്തുന്നത് പോലെ എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു വേദനയുണ്ടായാൽ അത് എൻ്റെ വിഷയമായി ഏറ്റെടുത്ത് ഞാൻ എൻ്റെ വിഷയത്തിന് പരിഹാരം കാണുന്നത് പോലെ എൻ്റെ കൂട്ടുവിശ്വാസിയുടെ കൂട്ടു സഹോദരൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പേരാണ് എന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നുള്ളത്. മനസ്സിലാക്കുന്നുണ്ടോ? എന്നിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഒരു ഉപമ പറയുകയാണ്. ഞാൻ അതിലേക്ക് പോകാം, 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ചോദ്യം എന്താ? ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ യേശു ക്രിസ്തു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരികിലേക്ക് പോകുന്നു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വഴിയിൽ വിട്ടിട്ട് പോയി. ഇതാണ് യേശു കർത്താവ് പറയുന്ന ഉപമ. എന്തിൻ്റെ ഉത്തരവായിട്ടാണ് ഈ പറയുന്നത്? കൂട്ടുകാരൻ ആരെന്ന ചോദ്യത്തിന് യേശു കർത്താവ് മറുപടി ഒരു ഉപമയിൽ കൂടെ പറയുകയാണ്. ഇവിടെ എന്നിട്ട് പറയുന്നു, അവൻ അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി, ആരും സഹായിക്കാനില്ല, കയ്യിലുള്ളത് മുഴുവൻ പോയി. ഇതിന് പശ്ചാത്തലം പഠിക്കുമ്പോൾ യെരൂശലേം യെരിഹോയിലേക്ക് വരുമ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത് വിജനമാകുന്ന ഒരു സ്ഥലമാണ്, അനേക കർവുകളുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ പതിയിരിക്കാൻ സ്പേസ് ഉള്ള നിരവധി സ്പേസുകളുള്ള സ്ഥലമാണെന്ത് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കള്ളന്മാർ പതിയിരുന്ന് ഇവരെ ആക്രമിച്ച് ഇവരുടെ ഉള്ള മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഒരു ഇൻസിഡന്റിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ സഹായത്തിനു വേണ്ടി എന്ത് ചെയ്യുക? നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അവിടേക്ക് ആര് വരുന്നു? ഒരു പുരോഹിതൻ വരുന്നു. കണ്ടോ? ഒരു പുരോഹിതൻ. എങ്ങനെ പുരോഹിതനാണെന്ന് മനസ്സിലായി? അവന്റെ വസ്ത്രധാരണം, ഒരു പുരോഹിതന് വസ്ത്രമുണ്ട്, അതിൻ്റെ മേൽവസ്ത്രമുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിലായി പുരോഹിതനാണെന്ന്. ഈ പുരോഹിതൻ കണ്ടിട്ടെന്ത് ചെയ്തു? വഴിമാറിപ്പോയി. ഇത് വഴിമാറിപ്പോകാൻ ഒരു അനുവാദവും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ പുരോഹിതൻ. കാരണം അവൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കേണ്ട ബാധ്യസ്ഥതയുള്ള ഒരു മനുഷ്യനാണ് ഈ പുരോഹിതൻ എന്ന് പറയുന്നത്. ഈ പുരോഹിതൻ കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു? വഴിമാറിപ്പോയി. അവൻ്റെ ചിന്താഗതി എന്താ അറിയോ? പുരോഹിതൻ്റെ എൻ്റെ ജോലി, നിങ്ങൾ പറഞ്ഞോ, എൻ്റെ കാര്യമാണ്, പ്രാർത്ഥന നടത്തുക, ഉപവാസ പ്രാർത്ഥന നടത്തുക, നിങ്ങളുടെ ആവശ്യം വരും വിളിച്ച് പ്രാർത്ഥിക്കുക, വിസിറ്റിംഗ് ചെയ്യുക. പുരോഹിതൻ പറയുക, ഞാൻ ഈ പണിയല്ലാതെ വേറൊരു പണിയും ഞാൻ ചെയ്യത്തില്ല. പക്ഷെ അങ്ങനല്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ നിയമം അനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയാം. എന്താ അതിൻ്റെ നിയമം എന്നറിയാമോ? പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതിയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. നിന്നെ ദ്വേഷിക്കുന്നവന്റെ കഴുത ചുമടിൻ കീഴെ കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച് അതിനെ അഴിച്ചുവിടാൻ മടിച്ചാലും അഴിച്ചുവിടുവാൻ അവന് സഹായം ചെയ്യണം. അർത്ഥം എന്നറിയോ? നിന്റെ ശത്രുവാണെങ്കിൽ പോലും, നിന്നെ ഇഷ്ടമില്ലാത്ത വ്യക്തിത്വമാണെങ്കിൽ പോലും, നിന്നെ കണ്ടാൽ ചിരിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും, നിന്നോട് സഹകരിക്കാൻ മടിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും, അവനൊരാവശ്യമുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തേണ്ടത് നിത്യരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദൈവത്തിന് അത് പറഞ്ഞു. ആരാണോ നിന്റെ കൂട്ടുകാരനെന്നറിയാമോ? എങ്ങനെയാണ് നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതെന്നറിയാമോ? നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ ചിലപ്പോൾ അവർ നിങ്ങളെ എതിർക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയായിരിക്കാം, നിങ്ങളോട് ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും സ്വീകരിക്കാത്ത വ്യക്തിയായിരിക്കാം, നിങ്ങളെ ഉൾക്കൊള്ളാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ, മറിച്ച് വെളിയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ ഓടിയെത്തേണ്ടതാണ് നല്ല കൂട്ടുകാരന്റെ ലക്ഷണമെന്ന് പറയുന്നത്. യേശു കർത്താവ് പറയുകയാണ്, ആരാണ് നിന്റെ കൂട്ടുകാരൻ എന്നറിയാമോ? നിന്റെ അടുക്കൽ ആവശ്യം അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ നീഡ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു ഹെൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന, ഒരു താല്പര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർക്കൊരു വിഷയമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം?
അവിടെ ഓടിയെത്തി അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ പേരാണ് നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. കാരണം എനിക്കൊരു വിഷയമുണ്ടായ ആ വിഷയം പരിഹരിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടുവിശ്വാസിക്ക് സഹമനുഷ്യന് ഒരു വിഷയമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഏതറ്റം വരെയും അവൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതിൻ്റെ പേരാണ് നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ആര് വന്നു? ലേവ്യനും വന്നു, പുരോഹിതൻ വന്നു. പുരോഹിതന്റെ വംശത്തിൽ നിന്നാണ് ആര് വരുന്നത്? ലെവൈറ്റ്സ്. ലേവ്യ കുടുംബത്തിൽ നിന്നാണ് പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാസ്റ്റർക്ക് മാത്രമേ ഉള്ളതെന്നല്ല. നമ്മളാരാ? രാജകീയ പുരോഹിത വർഗം. നമ്മളെല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ സബ്ജക്റ്റിലേക്ക് വരിക. ഇനി അടുത്തത്, ഒരു ശമരിയക്കാരൻ വഴി വന്നു. അവൻ കണ്ടിട്ട് മതി സിസ്റ്ററെ. ആദ്യം ഒരു പുരോഹിതൻ വന്നു, അത് കഴിഞ്ഞ് ലേവ്യൻ വന്നു, അത് ശമരിയക്കാരൻ വന്നു. സാധാരണ ചെയ്യേണ്ടതെന്ന് അറിയാം. എങ്ങനെ സാധാരണ വരേണ്ടത്? ആദ്യം പുരോഹിതൻ, ലേവ്യൻ, അത് കഴിയുമ്പോഴത്തേന് ഇസ്രായേൽസ്, മറ്റു ഗോത്രങ്ങളിലേക്കാണ് പോകേണ്ടത്. യേശു കർത്താവ് എങ്ങോട്ടാണ് പോയെന്ന് അറിയാമോ? ശമരിയ. എന്താണെന്നറിയാമോ? ഒരു യഹൂദനെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേരെന്താണെന്നറിയാമോ? പറ. ശമര്യൻ എന്നാ. നമ്മുടെ നാട്ടിൽ ഒരുവനെ കളിയാക്കാൻ നമ്മളൊരു പേര് ഉപയോഗിക്കുമല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുമല്ലോ. ഏതെങ്കിലും ആളുകളെ കളിയാക്കാൻ, കോമൺ ആയിട്ട് കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു യഹൂദനെ ഇൻസൾട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ശമര്യൻ എന്ന് പറയുന്നത്. ശമര്യൻ എന്ന് വിളിച്ചാൽ അതിൽ പരം ഒരാൾക്ക് ഇൻസൾട്ടിങ് ഇല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ശമര്യർ വംശം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? പകുതി യഹൂദനും പകുതി ജെൻഡൈലും. ഹാഫ് ജൂ ഹാഫ് ജെൻഡൈൽ. ഇവർ മിക്സഡ് ചേർന്ന കമ്മ്യൂണിറ്റിയെ പറയുന്ന പേരാണ് ശമര്യർ. ഈ ശമര്യനുമായിട്ട് ഒരു ബന്ധവും യഹൂദനില്ല. കാരണം ഇവർ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഇവർ പാഗൻ റീജിയന്റെ ഭാഗമായി മാറി. അവർ ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രമാണവും വിട്ട് ജാതികളുമായി ഇടകലർന്ന് അവരൊരു വംശമായി മാറിയതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമര്യൻ എന്ന് പറഞ്ഞ് വെറുക്കപ്പെട്ടവരാണ്, അറക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഒരു യഹൂദനെ ഇൻസൾട്ട് ചെയ്യാൻ ശമര്യൻ എന്ന് പദം ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? അർത്ഥപ്രാണനായി ഒരു യഹൂദൻ വഴി കിടക്കുകയാ. പക്ഷെ അവന്റെ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന്, സ്വന്തം വംശത്തിൽ നിന്ന് 2 പേർ അവിടെ വഴി കടന്നു പോയിട്ടും അവർ തിരിഞ്ഞു പോലും നോക്കാതെ, കണ്ട ഭാവം നടിക്കാതെ അവർ തങ്ങളെ തന്നെ സ്നേഹിച്ച് മടങ്ങിപ്പോയപ്പോൾ യേശു പറയുന്നു, സഹകരിക്കാൻ ഒരു യാഥാർത്ഥ്യമില്ലെങ്കിലും, ഒരു സാധ്യതയില്ലെങ്കിലും, ഉൾക്കൊള്ളാൻ ഒരു സാധ്യതയില്ലെങ്കിലും, പരസ്പരം കളിയാക്കിയും അപമാനിച്ചും നിന്ദിച്ചും മാറ്റി നിർത്തിയ ഒരു ഭവനത്തിൽ നിന്ന് ഒരുവൻ വേണ്ടി വന്നു ഈ യഹൂദനെ വിടുവിക്കാൻ. Praise the Lord. Hallelujah. ഈ മനുഷ്യൻ വന്നിട്ട് എന്താണെന്നറിയാമോ? താൻ വാഹനമൃഗത്തിൽ നിന്നിറങ്ങി താൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഈ മനുഷ്യനെ കയറ്റിയിരുത്തി, അർത്ഥപ്രാണനായി കിടക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യനെ കയറ്റിയിരുത്തിയിട്ട് ഹല്ലേലൂയ അവന് വെള്ളം കൊടുത്ത് എണ്ണ പകർന്ന് അവന് പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത് അവനെ സത്രത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ താമസിപ്പിച്ച് അവിടെ ചെയ്യേണ്ട പേയ്മെൻറ്റുകൾ മുഴുവൻ ചെയ്ത് ഇനി വീണ്ടി വന്നാൽ അധികമായ അതും ചെയ്യാമെന്ന് ഓഫർ കൊടുത്ത് മടങ്ങിപ്പോകുന്നതിൻ്റെ പേരാണ് നല്ല സ്നേഹിതൻ. ഈ നല്ല ശമര്യക്കാരൻ എന്താ ചെയ്തതെന്നറിയാമോ? എന്താ ചെയ്തേ? തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങനെ ഞാൻ ഈ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാൽ എങ്ങനെയാണോ അതുപോലെ ഈ മനുഷ്യനെ അവൻ സ്നേഹിച്ചു. അവിടെ ശത്രുത വിഷയമല്ല, അവൻ ഏത് വംശത്തിൽ പറന്നെന്നുള്ളത് വിഷയമല്ല, ഏത് ജാതിയിൽ പറന്നെന്നുള്ള വിഷയമല്ല, തൊലിയുടെ കളർ അവിടെ വിഷയമല്ല, വിദ്യാഭ്യാസം അവിടെ വിഷയമല്ല, ജോലിയുടെ ഗ്രേഡുകൾ അവിടെ വിഷയമല്ല. ദൈവത്തിൻ്റെ ദൈവാത്മാവ് വചനത്തിൽ കൂടെ പറയുന്നത്, ദൈവരാജ്യത്തിൽ എത്തുന്നതിന് ഏത് വംശത്തിൽ പിറന്നെന്നോ, ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ, ഏത് വിദ്യാഭ്യാസമാണെന്നോ, ജോലിയുടെ ഉന്നതമോ കുറവോ ഒന്നും വിഷയമല്ല. ഒറ്റ പോളിസിയേ ഉള്ളൂ. നിന്നെ പോലെ നിന്റെ കൂട്ടുവിശ്വാസിയെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാൽ ദൈവരാജ്യത്തിൽ എത്തില്ല. ഒരു കഥ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. സമയമുണ്ടോ? ഒരു ഒറ്റ കഥ നിങ്ങൾ കൂടെ നിൽക്കുമോ? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഈ ടോപ്പിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് തീർക്കണം. എനിക്ക് അടുത്ത ആഴ്ച കൊണ്ട് പ്രസംഗിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം എന്താ? സ്നേഹിക്കണം. നിങ്ങൾ സ്വർഗത്തിലെയും നരകത്തിലെയും
പായസം വെപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിന്ന് കേട്ടിട്ടേ പോവാം. ഇന്ന് പായസം വെക്കാൻ പോവാം. ഇത് കഥയാണ്, കഥയിൽ ചോദ്യമില്ല, അതിനകത്ത് ആശയമുണ്ട്, അതെടുത്തോണം. സ്വർഗത്തിലും നരകത്തിലും പായസം വെക്കാൻ തീരുമാനിച്ചു. ഒരേ ദിവസം പായസം വെച്ചു. അത് പായസം അവർ കുടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് രണ്ടിടത്തും ഒരേ പോളിസിയാണ്. കഥയാണ്, ചോദ്യമില്ല. കാരണം ഇതിന് ലോജിക്ക് ചോദിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കൈ എന്ത് ചെയ്യും? വലത് കൈ വലിയ തവി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സ്പൂണല്ലേ, ലോങ് സ്പൂണ് ഇവിടെ കെട്ടിവെക്കും. ആ സ്പൂൺ അങ്ങനെ വേണം ഈ രണ്ടിടത്തും പായസം എന്ത് ചെയ്യാൻ? കുടിക്കാൻ. നരകത്തിലും പായസം റെഡിയായി, സ്വർഗത്തിലും പായസം റെഡിയായി. നരകത്തിൽ പായസം കുടി ആരംഭിച്ചു. ഒരാൾ സ്പൂൺ എടുത്ത് പാത്രം എടുത്ത് കോരി വായിലോട്ട് ഇടുകയാണ്. പക്ഷെ അടുത്തവൻ്റെ ദേഹത്താണ് എന്ത് ചെയ്യുന്നത്? വീഴുന്നത്. കാരണം ഇത് കൈ ഇവിടെ കെട്ടി വെച്ചേക്കല്ലേ. ചുരുക്കി പറഞ്ഞാൽ അവരാരും പായസം എന്ത് ചെയ്തില്ല, എല്ലാം വേസ്റ്റായിപ്പോയി. ഇനി സ്വർഗത്തിൽ എങ്ങനെ പായസം കുടി? രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഒരാൾ പായസം കോരി എന്ത് ചെയ്തു? ഒരാളുടെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. അടുത്ത ആൾ മറ്റേ ആൾ അങ്ങനെ തിരിച്ചും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു പായസം വേസ്റ്റ് ആക്കാതെ കുടിച്ചു. കാരണം എന്താ? ഒരുമ, ഒരു മനസ്സ്, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ഉൾക്കൊള്ളുക. ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവരെല്ലാവരും പായസം എന്ത് ചെയ്തു? കുടിച്ചു. മറ്റെടുത്ത് ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ. ഞാൻ അവനെന്ത് ചെയ്യത്തില്ല. എന്നെ ഇന്നലെ 4 വർത്തമാനം പറഞ്ഞു, അത് ഞാൻ അവന് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. ആ ഒരു മനസ്സ് അവിടെ നിന്നപ്പോൾ എന്ത് ചെയ്തു? പായസം കുടിക്കില്ല. മറ്റെടുത്ത് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ എന്ത് ചെയ്യും? വായിലോട്ട്. കല്യാണം കഴിച്ച നാളുകളിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ചിലപ്പോഴൊക്കെ ചെയ്യും. നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ചെയ്യണം കേട്ടോ. സ്നേഹം വർദ്ധിക്കുന്ന അങ്ങനെ. കുറേ കാലം കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും? വേണം എന്ത് ചെയ്യട്ടെ. അല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇതൊരു ഫാമിലി കൗൺസിലിംഗ് കൂടെ ആയിക്കോട്ടെ, നിങ്ങൾ കൂട്ടിക്കും. ഇതൊന്നും പ്രായമൊന്നും വിഷയമല്ല. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? ഇച്ചിരി ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് മൊത്തം ഈ കല്യാണത്തിന് എന്ത് ചെയ്യും? കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കുന്നതോടെ തീർന്നു ഇന്നത്തെ വിഷയം, ഇന്നത്തെ കാലഘട്ടം. പിന്നെ ഒരിക്കലും ഇല്ല. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഞാൻ കഴിക്കുന്നത് പോലെ മറ്റൊരാളെ അവർക്കും കൂടെ ഫീഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ആത്മീയരാകുന്നത്. അപ്പൊ സ്വർഗത്ത് കണ്ടതുപോലെ ആ പായസം അവർ കുടിച്ചത് എങ്ങനാ? ഒരാൾക്ക് എന്ത് ചെയ്തു? സെർവ് ചെയ്ത് കൊടുത്തു. ദൈവമക്കളെ, അങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സൊന്നായിരിക്കണം. എനിക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ, അടുത്തിരിക്കുന്നവരെ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിലേ എനിക്കൊരാളെ സെർവ് ചെയ്യാൻ നോക്കൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ എന്നെപ്പോലെ ഞാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി എത്ര വലിയ പാസ്റ്ററായാലും ദൈവരാജ്യത്തിലെത്തില്ല. ദൈവരാജ്യത്തിലെത്തണോ എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരെയും അംഗീകരിക്കണം. ഒരു മനസ്സോടെ, ഒരു താല്പര്യത്തോടെ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിൽ എത്തത്തുള്ളൂ. ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ ആരാധന പരിശുദ്ധമ പറയുകയാണ്, ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ? നിങ്ങളുടെ അയൽക്കാരൻ ആരാണ് ദൈവമക്കളെ? ആരാണെന്നറിയാമോ? ആരാണോ ആവശ്യക്കാർ, ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആരാണോ വേദന അനുഭവിക്കുന്നവർ, ആരാണോ ഭാരം അനുഭവിക്കുന്നവർ, ആരാണോ ശോധന അനുഭവിക്കുന്നവർ, ആരാണോ വിഷമിക്കുന്നത്, ആരാണോ മനസ്സുകൊണ്ട് വിഷമിക്കുന്നത്, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നത് പോലെ നമ്മുടെ കൂട്ടുവിശ്വാസിയെ, കൂട്ടുജനത്തെ സന്തോഷിപ്പിച്ച് അവർ വിഷമത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ നമുക്കൊരു ദൈവരാജ്യത്തിലെത്താൻ പറ്റില്ല. ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൂ ഈസ് മൈ നെയ്ബർ? ദൈവരാജ്യം, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുത്തരം, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. നിന്റെ ഒരു വിഷയം പോലെ മറ്റൊരാളുടെ വിഷയത്തെ ഏറ്റെടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ നമ്മൾ നിത്യതയിൽ എത്തത്തില്ല. ആരാധിക്കുന്നത് ശരിയാ, പാടുന്നത് ശരിയാ, അന്യഭാഷ പറയുന്നത് ശരിയാ, ദശാംശം കൊടുക്കുന്നത് ശരിയാ, സ്തോത്ര കാഴ്ച ഇടുന്നത് ശരിയാ, കോട്ടേജ് മീറ്റിംഗ് ശരിയാ, ഉപവാസ പ്രാർത്ഥന എടുക്കുന്നതൊക്കെ ശരിയാ. മറ്റുള്ളവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ
കഴിയുന്നില്ലെങ്കിൽ, നിന്റെ കൂട്ടുവിശ്വാസിക്ക് ഒരാവശ്യം വന്നാൽ ഓടിയെത്തണം. ചിലപ്പോൾ നിന്നെ വിഷമിപ്പിച്ചുള്ള വ്യക്തിയായിരിക്കാം, ഓടിയെത്തണം. അതാണ് നല്ലൊരു ആത്മീയന്റെ ലക്ഷണം. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ കണ്ണുകടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മനുഷ്യൻ ചോദിച്ചതുപോലെ, ഹൂ ഈസ് മൈ നെയ്ബർ? ആരാണ് എൻ്റെ അയൽക്കാരൻ? ഞാൻ ഈ വിഷയം ഇവിടെ തീർന്നില്ല, ഞാൻ അവസാനിപ്പിക്കുക. ഇതിൻ്റെ ക്രക്സ് ഇത്രയേ ഉള്ളൂ. ക്രക്സ് റഥനാധികസി. ഒരു നിമിഷം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ. നമ്മുടെ യാത്ര നിത്യതയിലേക്കാണോ? ദൈവരാജ്യമാണോ നമ്മുടെ ലക്ഷ്യം? സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? നിന്നെ സ്നേഹിക്കുന്നത് പോലെ, നിന്റെ ജീവിതത്തെ സ്നേഹിക്കുന്ന പോലെ, എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ നാം നമ്മൾ തന്നെ സ്നേഹിക്കുന്നത് പോലെ, അതിനുവേണ്ടി എന്ത് സാക്രിഫിഷ്യലും ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നത് പോലെ, മറ്റൊരു കൂട്ടുവിശ്വാസിയുടെ കൂട്ടു സഹോദരൻ്റെ വിഷയത്തിന്മേലും അതേ മനോഭാവം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലെത്തില്ല. ഈ ലോയൽ ന്യായശാസ്ത്രി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അവൻ വീഴ്ച സംഭവിച്ചു. അവൻ അറിയത്തില്ല ആരാണ് എൻ്റെ കൂട്ടുകാരൻ, ആരാണ് എൻ്റെ കൂടെ. അവൻ ചോദിക്കുന്നു, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ആരാണോ ആവശ്യത്തോടെ നിൽക്കുന്നത്? ആരാണോ വേദനിക്കപ്പെടുന്നത്? ആരാണോ കഷ്ടത അനുഭവിക്കുന്നത്? ആരാണോ കരയുന്നത്? ആരാണോ ഒരു സഹായത്തെ എക്സ്പെക്ട് ചെയ്യുന്നത്? അവനെ താങ്ങുന്നവനാണ് നല്ല കൂട്ടുകാരൻ. എത്ര പേർ അതിനു മുമ്പിൽ സമർപ്പിക്കും? ദൈവമേ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ, സ്നേഹിക്കാൻ, എന്നെ പോലെ എൻ്റെ കൂട്ടുവിശ്വാസിയെ, കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ, സഹജീവിയെ സ്നേഹിക്കാൻ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ സ്നേഹിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു.